അപ്പൊ ചേച്ചിക്ക് ഈ കുറച്ച് എക്സ്പോസ് ആയിട്ടൊന്നും അഭിനയിക്കുന്നതിനൊന്നും പ്രശ്നമൊന്നുമില്ല. കുറച്ച് എക്സ്പോസ് എന്ന് പറഞ്ഞാൽ എനിക്ക് ഈ വയറ് കാണിക്കാന്ന് പറഞ്ഞാൽ കുറച്ച് എക്സ്പോസ് അല്ലേ ഇപ്പോഴത്തെ എത്രയോ നടിമാരല്ലേ അങ്ങനെ വെച്ച് നോക്കുമ്പോ. പിന്നെ എന്തുകൊണ്ടാ എന്താ രേണു ചേച്ചിനെ മാത്രം അത്തരത്തിൽ അതാ ഞാൻ ചോദിക്കുന്നത്. രേണു ചേച്ചിക്ക് കൊമ്പുണ്ടോ? എന്റെ ദൈവമേ, ഒന്നും ഇടാനും പറ്റത്തില്ല, ഇടാതിരിക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാനും പറ്റത്തില്ല, ഉമ്മ വെക്കാതിരിക്കാനും പറ്റത്തില്ല. വല്ലാത്ത ഒരു എന്തിനാ ഇരുമാതിരി ഉമ്മയൊക്കെ വെക്കുന്നത്? എന്തോന്ന് അഭിനയിക്കുന്ന കാര്യല്ലേ പറഞ്ഞത്? അല്ല, അഭിനയിക്കുമ്പോൾ ഉമ്മ വെക്കണ്ടല്ലോ എന്നാ ഞാൻ പറഞ്ഞത്. എന്താ ഒരു ക്യാരക്ടർ വന്നാൽ ഇങ്ങനെ അല്ല, എത്രയോ ഞാനൊരു കാര്യം പറയട്ടെ, ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ. അതായത് പണ്ടത്തെ എത്രയോ നടിമാര് ഇത്തരത്തിൽ ഫ്രഞ്ച് കിസ് ഇപ്പോഴാണ് ഇത് ട്രെൻഡായി മാറിയത്. പണ്ടത്തെ എത്രയോ നടിമാർ വലിയ പ്രശസ്തയായത് ഈ ഫ്രഞ്ച് കിസ് ചെയ്തിട്ടോ അല്ലെങ്കിൽ വയറ് കാണിച്ചിട്ടോ ഒന്നും അല്ലല്ലോ, അവരുടെ കഴിവ് കൊണ്ടാണ് പ്രശസ്തയായത്. അപ്പം ഞാൻ ചോദിക്കുന്നത്, ചേച്ചി പ്രശസ്തയാകാൻ വേണ്ടിയാണോ എക്സ്പോസ് ആണ്? ചേച്ചിയുടെ കഴിവിൽ ചേച്ചിക്ക് വിശ്വാസമില്ലേ? എന്റെ കഴിവിൽ എനിക്ക് വിശ്വാസമാണ്. ഞാനൊരു മോഡലും കൂടെ ആണ്. ഇപ്പം കുറച്ച് മോഡലിംഗ് ചെയ്തോണ്ട് ഞാൻ മോഡലും കൂടെ ഞാനത് പറയുന്നു. ഫാഷൻ റാമ്പിലൊക്കെ കാണുമോ ചേച്ചിനെ? പ്രാവശ്യം കണ്ടായിരുന്നു. രജിസാറുമായിട്ടല്ലേ? രജിസാറിനെ മാത്രമേ നിങ്ങൾ കണ്ടുള്ളൂ. ജിൻഡോ ആയിട്ട് ചെയ്തല്ലോ, ഇങ്ങനെ റാമ്പില് നടന്നല്ലോ. ജിൻഡോ ആയിട്ടും പോയിരുന്നു. അതെനിക്ക് എത്ര കറക്റ്റ് എനിക്ക് ഓർക്കുന്നില്ല. അത്ര വൈറലായില്ലെന്ന് എനിക്ക് തോന്നുന്നത്. രജിസാറിനെയാണോ ജിൻഡോനെയാണോ കൂടുതൽ ഇഷ്ടം? രജിത്തേട്ടൻ ഒരു ചേട്ടനെ പോലെ, ജിൻഡോ നല്ലൊരു ഫ്രണ്ടാണ്. ഞങ്ങൾ ഒരുമിച്ച് ഒരു പടം, ഇവനും ഉണ്ട്, ഒരു പടം ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു, ദയാവതം. ഞങ്ങൾ 4 പേരും ഉണ്ട് അതിൽ. ഇങ്ങനെയാണ് കാര്യങ്ങള്. അപ്പം സ്വാഭാവികമായിട്ടും ഈയിടെ ഒരു സ്ത്രീയുടെ ചെറിയൊരു പരാമർശം വളരെ വലിയ രീതിയിൽ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ച ചെയ്യുന്നതായിട്ട് നിങ്ങൾക്കറിയായിരിക്കും. ആ സ്ത്രീയുടെ പേര് നമ്മൾ വെളിപ്പെടുത്തുന്നില്ല. ഒരു ബിഗ് ബോസ് താരമായിരുന്നു. ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കണ്ടന്റുകൾ ചെയ്യുന്നുണ്ട്. നിങ്ങളെ വളരെ രീതിയിൽ അപമാനിച്ചുകൊണ്ടുള്ളൊരു ഇത് കണ്ടു. അതായത് പ്രതീഷ് ബ്രോ ചേച്ചിക്ക് ചോറ് വാരി കൊടുക്കുന്നു, അതുപോലെ തിരിച്ച് ചേച്ചി പ്രതീഷ് ബ്രോയ്ക്ക് ചോറ് വാരി കൊടുക്കുന്നു. ഇങ്ങനെയൊക്കെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും സുധിച്ചേട്ടന് ചേച്ചി വാരി കൊടുത്തിട്ടുണ്ടോ എന്നാണ് ആ സ്ത്രീ ചോദിക്കുന്നത്. അതിൻ്റെ അടിയിൽ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചീനെ സപ്പോർട്ട് ചെയ്തുകൊണ്ടും ചേച്ചീനെ വിമർശിച്ചുകൊണ്ടൊക്കെ ഒരുപാട് കമന്റുകൾ വന്നു. അതിനെന്താ ചേച്ചിക്ക് പറയാനുള്ളത്, അഭിപ്രായം എന്ന രീതിയിൽ? ചേട്ടൻ എന്റെ ഭർത്താവല്ലായിരുന്നു. ആള് മരിച്ചിട്ട് 2 വർഷമായി. ആളെ ഇപ്പൊ പിടിച്ചോണ്ടൊന്ന് ആള് മരിച്ചിട്ട് 2 വർഷം എന്ന് പറയുമ്പോ എന്താണ് 2 വർഷമായി. ഇപ്പൊ ഞാൻ വാരി കൊടുക്കാൻ പറ്റുമോ എടുത്തിട്ട്? അതല്ലേ അവളെ വെച്ചത്. ആളെ എടുത്തിട്ട് സുധിച്ചേട്ടനെ വാരി കൊടുക്കാൻ പറ്റാത്തതാണോ പ്രതീഷിന് വാരി കൊടുക്കുന്നത്? അങ്ങനെയാണ്. സുധിച്ചേട്ടൻ ഭർത്താവല്ലേ, പ്രതീഷന്റെ അനിയൻ. ചേച്ചി പറഞ്ഞ ഒരു മറുപടിയാണ് ഇപ്പൊ ചേച്ചി പറഞ്ഞ മറുപടിയാണ്. അതായത് എന്റെ സുധിച്ചേട്ടൻ മരിച്ചു പോയല്ലോ, 2 വർഷമായി, സ്വാഭാവികമായിട്ടും എനിക്ക് വാരി കൊടുക്കാൻ പറ്റത്തില്ല, അതുകൊണ്ട് ഞാൻ ആ ഒരു ടോണാണ് അല്ലേ? പ്രതീഷ് ബ്രോയ്ക്ക് എന്താ തോന്നിയത്? അല്ല, അങ്ങനെ ആ വ്യക്തി പറഞ്ഞ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ആള് പറഞ്ഞ ക്വസ്റ്റ്യൻ പറഞ്ഞാൽ